നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കനകാംബരത്തിനെയാണ്. ക്രൊസാൻഡ്ര ഇൻഫണ്ടിബുലിഫോമിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം അക്കാന്തേസിയ കുടുംബത്തിൽപ്പെടുന്നു. തെക്കേ ഇന്ത്യയിലുടനീളം മിക്ക സംസ്ഥാനങ്ങളിലെയും തുറസായ കാടുകളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു കുറ്റിച്ചെടിയാണ് കനകാംബരം. പൂന്തോട്ടങ്ങളിൽ നട്ടുവളർത്തുന്ന ഈ സസ്യം പൂവിൻ്റെ നിറഭേദമനുസരിച്ച് ഓറഞ്ച്, നീല, മഞ്ഞ, വെള്ള തുടങ്ങിയ നിറങ്ങളിൽ കാണപ്പെടുന്നു. ഓറഞ്ച് നിറമുള്ള കനകാംബരമാണ് ധാരാളമായി കണ്ടുവരുന്നത്. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ വിവരിക്കുന്നത്. ബഹുവർഷിയാണ് ഈ അടിക്കാട്. 4 മുതൽ 6 അടിയോളം ഉയരം വരുന്ന ഈ സസ്യത്തിന് ധാരാളം ചെറുശാഖകളുണ്ട്. ഇളം മഞ്ഞ കലർന്ന പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഇലകൾ സമുഖമായോ വർത്തുളമായോ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 5 മുതൽ 7 സെന്റിമീറ്റർ വരെ ഇലകൾക്ക് നീളം വരുന്നു. നീണ്ട് അഗ്രഭാഗം കൂർത്തതോ തരംഗിതമോ ആയ ഇലകൾ ആധാരഭാഗത്ത് പർവപക്ഷമുള്ളവയാണ്. ഏകദേശം 15 സെന്റിമീറ്ററോളം നീളം വരുന്ന പുഷ്പദണ്ഡത്തിൽ പൂമൊട്ടുകൾ സംയുക്തമായി ക്രമീകരിച്ചിരിക്കുന്നു. പൂവുകൾക്ക് ഞെട്ടില്ല. നീണ്ടു കൂർത്ത പുടകമാണ് ഫലം. വിത്തുകൾ രോമാവൃതമാണ്. സ്ത്രീകൾ തലയിൽ ചൂടുവാനും അലങ്കാര പുഷ്പമായി ഉപയോഗിക്കുന്ന കനകാംബരത്തിൻ്റെ ആയുർവേദ ഗുണങ്ങൾ നമ്മളോട് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കനകാംബരം സാധാരണ ഈ തലയിൽ ചൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂവായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അതിന് അത്ഭുതമായിട്ടുള്ള ചില ഔഷധപ്രയോഗങ്ങളുണ്ട്. സിമ്പിളാണ്. ഇനി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ കാല് വിള്ളുന്നതിന് ഈ കനകാംബരത്തിൻ്റെ പൂവ് അരച്ചിട്ട് ഈ വെണ്ണയിൽ അരച്ചിട്ട് പരത്തിക്കഴിഞ്ഞാൽ കാല് വിള്ളൽ മാറും. പിന്നെ ഈ കനകാംബരത്തിൻ്റെ ഇല ചതച്ചിട്ട് അത് ഈ പല്ല് തേക്കുമ്പോൾ തേച്ച് കഴിഞ്ഞാൽ മോണരോഗങ്ങൾ കുറയും. പിന്നെ ഈ പല്ലുവേദനയുള്ള ആൾക്കാർ ഈ കനകാംബരത്തിൻ്റെ ഇല ഇങ്ങനെ ചവച്ചരച്ച് തുപ്പിക്കഴിഞ്ഞാൽ പല്ലുവേദന മാറും. പിന്നെ ഇത് ഈ അരോമാ തെറാപ്പിക്ക് കുറേശ്ശെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഈ കനകാംബരപ്പൂ ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണ മൂപ്പിച്ചിട്ട് ഈ കുട്ടികളെ തേപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നിറം വയ്ക്കും. ഇതാണ് ഏറ്റവും ചെറിയ ചെറിയ പ്രയോഗങ്ങൾ കനകാംബരത്തിൻ്റെ.